നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ നിരാശപ്പെട്ട് കഴിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് എത്ര ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് എത്ര സ്വപ്നങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നടന്നെടുക്കാൻ കഴിയാതെ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പരാജയപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ട് ഇനി ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതി ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നാം നിരാശപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ അവസരങ്ങൾ ഒരുപാട് നമ്മളെ തേടി എത്തിയെങ്കിലും എല്ലാം നഷ്ടപ്പെടുത്തിയ ആളാണ് ഞാൻ. ഇനി എൻ്റെ മുന്നിൽ അവസരങ്ങൾ വരില്ല എന്ന് നാം ഒരിക്കലും തീരുമാനിക്കേണ്ടതില്ല. ജീവിതത്തിലെ ഓരോ മുഹൂർത്തവും ഓരോ പുതിയ അവസരങ്ങളാണ്. എവരി ഡേ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. എവരി മൊമെന്റ് യു ലീവ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നാം ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ മുഹൂർത്തവും നമ്മുടെ മുന്നിൽ അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുന്നിലെത്തുന്ന ആ അവസരങ്ങളെ കൃത്യമായി നാം ഉപയോഗിക്കുകയാണ് എങ്കിൽ നാം ഇന്ന് നിരാശപ്പെട്ട് കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ഒന്നിനും എന്നെ കൊണ്ട് കഴിയില്ല എന്ന ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. വിധിയെ പഴിച്ചുകൊണ്ട്, തലവരയെ പഴിച്ചുകൊണ്ട് ജീവിതം നാം വേസ്റ്റാക്കി കളയാതിരിക്കുക. നമ്മുടെ വിധിയെ മാറ്റിയെടുക്കാനും നമ്മുടെ തലവര മാറ്റി വരയ്ക്കാനും നമുക്ക് കഴിയുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. നമ്മുടെ വിധി നാം തീരുമാനിക്കും, നമ്മുടെ തലവര നാം വരയ്ക്കും. അതുകൊണ്ട് റീറൈറ്റ് യുവർ ലൈഫ് സ്റ്റോറി സ്ക്രിപ്റ്റ് ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥയും കഥയും സംവിധാനവും എല്ലാം നാം തന്നെ നിർവഹിക്കുമെന്ന് നാം തീരുമാനമെടുക്കുക. അതിലൂടെ നമ്മുടെ ജീവിതം മാറുന്നതും ചേഞ്ച് ആകുന്നതും നാം അനുഭവിച്ചറിയുക. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റിക്കൊണ്ട് പകരം പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് അതിനെ റീഫിൽ ചെയ്യുക. നമ്മുടെ എക്സിറ്റിംഗ് നെഗറ്റീവ് ബിലീവ്സിനെ നാം ചലഞ്ച് ചെയ്യാൻ തീരുമാനിക്കുക. എന്നെ പിറകോട്ട് വലിക്കുന്ന ചിന്തകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി അതിനെ ചലഞ്ച് ചെയ്യുകയും ആ ചിന്തക്ക് പകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ ഊർജം നൽകുന്ന തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നാം റീപ്രോഗ്രാം ചെയ്യുക. എങ്കിൽ നമുക്ക് മാറാൻ കഴിയും, നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് എത്രയോ ഉയരങ്ങളിലേക്ക് പറന്നെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. അതിനായി നാം മാറാനുള്ള തീരുമാനമെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മാറണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നണം. നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് തോന്നേണ്ടത്, നമ്മുടെ ആത്മാർത്ഥമായി തോന്നേണ്ടത് നമ്മുടെ മനസ്സിനകത്താണ്. ആ തീരുമാനം അവിടുന്ന് വരണം. ലൈഫ് മാറാനുള്ള, ലൈഫ് ചേഞ്ച് ആകാനുള്ള, ജീവിതത്തിൽ വിജയിക്കാനുള്ള, നമ്മുടെ സ്വപ്നങ്ങളെ കരഗതമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ പടവ് എന്ന് പറയുന്നത് ടേക്ക് ദ ഡിസിഷൻ ടു ചേഞ്ച്. എ സ്ട്രോങ് ഡിസിഷൻ, ശക്തമായ ഒരു തീരുമാനം. എനിക്ക് മാറിയേ പറ്റൂ, എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയിച്ചേ പറ്റൂ, എനിക്കെൻ്റെ സ്വപ്നങ്ങളെ കരഗതമാക്കിയേ പറ്റൂ, എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എനിക്ക് നടന്നെടുത്തേ പറ്റൂ എന്ന ഒരു തീരുമാനം. ഞാൻ മാറിയിരിക്കും, ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ കരഗതമാക്കും, എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സ്വന്തമാക്കുമെന്ന് ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകണം. ഈ തീരുമാനം ശക്തമായ രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഐഡന്റിഫൈ യുവർ വൈ. എന്തിനു വേണ്ടിയിട്ട് നാം മാറണം, എന്തിനു വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ വിജയിക്കണം. അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. നാം പരാജയപ്പെട്ട സമയത്ത് നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിമാറ്റിയവർ, നമ്മളെ ഇൻസൾട്ട് ചെയ്തവർ, അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ
മക്കൾക്ക് വേണ്ടി, നമ്മുടെ രക്ഷിതാക്കന്മാർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്ന ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ വൈ, എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കുകയും പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ നമുക്ക് ഈ തീരുമാനത്തിലേക്ക്, ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന ഡിസിഷനിലേക്ക് എത്രയും പെട്ടെന്നെത്താൻ കഴിയും. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള, ശക്തമായ, കൃത്യമായ ബോധത്തോടുകൂടി ഒരു ലക്ഷ്യം നാം കാണുകയും ഒരു തീരുമാനം നാം എടുക്കുകയും ആ തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുമെന്ന ആത്മാർത്ഥമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആ ഗോളിനോട് നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയെടുക്കാനും കഴിയും. അതിനുശേഷം, ഈ തീരുമാനത്തിന് ശേഷം നാം ചെയ്യേണ്ടത്, ഇന്നലകളിൽ നമ്മുടെ വിജയത്തിൽ നിന്ന് പിറകോട്ട് വലിച്ച ഒരുപാട് ദുസ്വഭാവങ്ങളിൽ നമ്മളിൽ ഉണ്ടാകും. അതിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്തൊക്കെയാണ് ഇന്നലകളിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള തടസ്സമായി നിന്ന എന്നിലെ ചീത്ത സ്വഭാവങ്ങൾ എന്ത്, ദുസ്വഭാവങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദുസ്വഭാവങ്ങളെ മാറ്റിക്കൊണ്ട് പകരം അവിടെ നല്ല നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരിക. റിമൂവ് ബാഡ് ഹാബിറ്റ് ആൻഡ് ബിൽഡ് ന്യൂ ഗുഡ് വൺ. നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ, ദുസ്വഭാവങ്ങളെ, നമ്മളെ വിജയിക്കാനുള്ള കരുത്തുറ്റ ഈ യാത്രയിൽ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടാകാം. അത് മാനസികമായിട്ടുള്ളതാകാം, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാകാം, അതുപോലെ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ആവാം. നമ്മളെ പിറകോട്ട് വലിക്കുന്ന ചിന്തകളുണ്ട് എങ്കിൽ ആ ചിന്തകളെ മാറ്റി പകരം പോസിറ്റീവായിട്ടുള്ള, മുന്നോട്ട് പോകാൻ ശക്തി പകരുന്ന, കരുത്തു നൽകുന്ന ചിന്തകളാക്കുകയും, പിറകോട്ട് വലിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളാണ് എങ്കിൽ ആ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുകയും ആ സ്വഭാവങ്ങളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നല്ല കുറെ സ്വഭാവങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്യുക. മൂന്നാമതായി, ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് നാം നീങ്ങുന്നതിന് വേണ്ടി കൺട്രോൾ യുവർ സ്ക്രീൻ ടൈം ആൻഡ് വിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. നമ്മൾ ഈ മൊബൈൽ ഫോണിലും ഓൺലൈനിലും അതുപോലെയുള്ള മീഡിയകളിലും നമ്മുടെ സമയം കളയാതെ, ഇൻസ്റ്റഗ്രാമിലും മറ്റും സ്ക്രോൾ ചെയ്തുകൊണ്ട് റീലുകൾ കണ്ട് സമയം കളഞ്ഞങ്ങനെ പോവാതെ പകരം ഒരു കൃത്യമായിട്ടുള്ള, എല്ലാം നമുക്ക് വേണം, പുതിയ ടെക്നോളജികളെ കൃത്യമായി അറിയുകയും അതിനെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റും അതിനൊക്കെ ഒരു ബോർഡറും പരിധിയുമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ബാക്കി സമയങ്ങളിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ എന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള യാത്രയെ വളരെയധികം സഹായിക്കുന്നതാണ്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയതായും അത് എത്തിയാൽ ഉണ്ടാകുന്ന അതിൻ്റെ എക്സ്ട്രീം ലെവൽ തന്നെ നാം ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നാം ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയും അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കാതെ, എത്ര നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ പ്രായമോ ഒന്നും കണക്കാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കരഗതമാക്കണം, നിങ്ങളുടെ സ്വപ്നങ്ങളെ കീഴടക്കണം എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി നല്ല തീരുമാനമെടുത്ത് ആ തീരുമാനത്തിനോട് ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അനാവശ്യമായ രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാതെ ഉള്ള സമയങ്ങളിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഗോളിലേക്ക് നടന്നെടുക്കാനുള്ള ഏറ്റവും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയതായി വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു മൂവി കാണുന്നത് പോലെ നാം ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിലേക്ക് എത്തിയിട്ട് നമുക്ക് കിട്ടുന്ന സകല സൗഭാഗ്യങ്ങളും നമ്മുടെ സന്തോഷവും എല്ലാം കൃത്യമായ രീതിയിൽ നാം മുൻകൂട്ടി വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് നാം കാണുക.
എങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നിരാശപ്പെടാതെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2024 അവസാനിക്കുകയാണ്. ഇതാ ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരുന്നു. 2025 എന്ന വർഷം. ആ 2025 എന്ന വർഷത്തിൽ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് കരഗതമാക്കുന്നതിന് വേണ്ടി ആ 2025 നമ്മുടെ ഭാഗ്യവർഷമാക്കി മാറ്റാൻ ഉള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാകുക. അതിനെ സഹായിക്കുന്ന 3 പ്രോട്ടിപ്പുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വിജയിക്കാൻ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പരിസരങ്ങളുമാകാം നമ്മുടെ വിജയത്തിൽ നിന്ന് നമ്മെ പിടിച്ചു നിർത്തുന്നത്. എങ്കിൽ ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവിറോൺമെന്റ്, നല്ല ഒരു സാഹചര്യം, നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി കൂട്ടുകൂടി അവരുമായി സംവദിച്ച് അത്തരം നല്ല പോസിറ്റീവായിട്ടുള്ള കൂട്ടങ്ങളിൽ കൂടി നമ്മുടെ ആ എൻവിറോൺമെന്റിനെ, ആ സാഹചര്യത്തെ നാം പോസിറ്റീവായി കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടിയുള്ള ആളുകളെ നാം തേടി കണ്ടെത്തുക. അതുപോലെ സെലിബ്രേറ്റ് സ്മാൾ ഗെയിൻസ്, നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളെ, നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളെ, അതിനെ നമ്മൾ കൃത്യമായി സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വിജയിയുടെ മാനസികാവസ്ഥയിലേക്ക്, എല്ലാറ്റിനെയും നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യശാലിയായ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് നയിക്കാൻ കഴിയും. അതിലൂടെ വലിയ വലിയ വിജയങ്ങൾ കരഗതമാക്കാനുള്ള സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് കഴിയും. 3ാമത്തെ പ്രോട്ടിപ്പ്, സ്റ്റേ അക്കൗണ്ടബിൾ. നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ, നാം ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായി കണക്കെടുക്കുക. എന്തെല്ലാമാണെന്ന് ഞാൻ ചെയ്തത്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്തത് എന്ന് ഇന്ന് രാത്രി ബെഡ് ടൈമിന് മുന്നായി, ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുന്നേ നാം അതിനെ കൃത്യമായി പരിശോധിക്കുകയും എവിടെയെങ്കിലും വീഴ്ചകളുണ്ട് എങ്കിൽ നാളെ പുലരിയിൽ ഞാനത് തിരുത്തിയിരിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ നാം കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഈ സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും. അതുകൊണ്ട് നിരാശപ്പെടാതെ, അതുകൊണ്ട് ജീവിതം മടുത്തു എന്ന് കരുതി എവിടെയും ചടഞ്ഞുകൂടിയിരിക്കാതെ ഉണരുക. ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാൻ ഈ നിമിഷം മുതൽ ഒരു വിജയിയുടെ മെന്റാലിറ്റിയോടുകൂടി എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ചിരിക്കുമെന്ന് തീരുമാനിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റാർട്ട് ടു ചേഞ്ച്. മാറ്റങ്ങൾക്ക് തയ്യാറാകുക, മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക. ടേക്ക് സ്മാൾ സ്റ്റെപ്സ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് മടിവരാതെ ഏറ്റവും നമുക്ക് കഴിയുന്ന രീതിയിൽ, നമുക്ക് മടിയില്ലാതെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഗോളിനെ ചെറുതാക്കി, നമ്മുടെ ഗോളിനെ ചെറിയ ചെറിയ പീസുകളാക്കി, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുക. ആൻഡ് ഫീൽ ദ ബിഗ് ട്രാൻസ്ഫോം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വരാൻ പോകുന്ന വലിയ മാറ്റത്തെ നിങ്ങൾ അനുഭവിച്ചറിയുക. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.